നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. വെജിറ്റേറിയൻ ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ ഇന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് വെജിറ്റേറിയൻ ആക്കാമോ എന്ന് ചോദിച്ചാൽ ഒക്കുകയല്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് പനീർ, അങ്ങനെ ടോഫു ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെയിം സാധനം സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ എത്രയോ വലിയ ഡിഷസ് ഉണ്ടാക്കട്ടെ, ഏതാ ചിക്കനോ ഫിഷോ മീറ്റോ എന്നാ ഉണ്ടാക്കിയാലും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റാർട്ടേഴ്സാണ്. ഏറ്റവും കൂടുതൽ നോർത്ത് സൈഡിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ചിക്കൻ പക്കോട. ഇത് ശരിക്കും നമ്മളൊരു 4 മണിക്ക് ഒരു ചായ, നല്ല ചൂട് ചായയും ചിക്കൻ പക്കോടയും കൂടെ കഴിക്കുവാന്നേൽ പറയണ്ട. ഈ സമയത്താന്നേ പോലും, ഈ സന്ധ്യ സമയത്താലും ഒരു ചൂട് ചായയും പക്കോടയും കൂടെ ഒന്ന് ചൂടായിട്ട് ആരെങ്കിലും ഉണ്ടാക്കി തന്ന് ടിവിയുടെ മുന്നേ നിൽക്കുവാന്നേൽ പിന്നെ സമയം പോകുന്നു അറിയത്ത് പോലുമില്ല. പക്ഷേ എന്നാൽ അത് ഉണ്ടാക്കാൻ അറിയാമെങ്കിലല്ലേ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. ചിക്കൻ പക്കോട എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ ചിക്കൻ, അത് ബോൺലെസ് ആണ് ഏറ്റവും നല്ലത്. അതല്ല നമുക്ക് എല്ലോടുകൂടിയാണ് മേടിക്കുന്നതെങ്കിൽ തീരെ കുഞ്ഞു കഷ്ണമാക്കണ്ട, കുറച്ച് വലിയ കഷ്ണമാക്കി മുറിച്ചോ. കുറച്ച് ചിക്കൻ വേണം, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇച്ചിരി ഉപ്പ്, കടലമാവ്, ഇത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ വറ്റൽ മുളക് ചതച്ചത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, നാരങ്ങാ നീര്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പുതിന ഇല, കുറച്ച് മല്ലിയില. ഇത് വറുക്കാനായിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല വെജിറ്റബിൾ ഓയിൽ ആർക്കും കഴിക്കാൻ മേല, അതുകൊണ്ട് ഇനി ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാന്നേൽ ഒരു കാര്യം ചെയ്തേച്ചാൽ മതി, വെളിച്ചെണ്ണയിലോ എന്നാന്ന് വെച്ചാൽ വാർത്തോ. പക്ഷേ വെജിറ്റബിൾ ഓയിലിൽ വറുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല, അത്രയേ ഉള്ളൂ. എന്നു പറഞ്ഞ് രുചി കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോളിനകത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് എന്നാക്കിയാണ് വേണ്ടതെന്നറിയാമോ? കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പുരട്ടി ചിക്കൻ കുറച്ച് നേരം വെക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും 1 കിലോ ആകുന്നതിൽ ഒരു 2 ടീസ്പൂണോളം ഇടാം. കാര്യം വെച്ചാൽ വാങ്ങിക്കുന്നതാണെങ്കിൽ 2 ടീസ്പൂൺ ഇടാം, ചതയ്ക്കുവാണെങ്കിൽ 3 ടീസ്പൂൺ ഇടാം. അതിപ്പോൾ ഞാനിവിടെ കുറച്ചേ എനിക്ക് ചിക്കനുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുന്നില്ല. ഒരു 1-1.5 ടീസ്പൂൺ എടുത്തു. 1 കിലോയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി ഉപ്പ്, ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് പുരട്ടി 5 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇരിക്കട്ടെ. ഇതിപ്പോൾ ബോൺലെസ് ആണ്, അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരുപാട് സമയം അത് വേവാനില്ല. പക്ഷേ എണ്ണയിലിടുമ്പോൾ ഇതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ നല്ലോണം ഊറി വരണം, അതിൻ്റെതായ സമയമുണ്ട്. ഇനി നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നാ വെച്ചാൽ അതിൻ്റെ ബാറ്ററാണ്. അതിന് വേണ്ടിയ സാധനം എന്നാന്നോ, ഇതേപോലെ കുറച്ച് കടലമാവ്. നമുക്ക് എത്ര ചിക്കനാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ചിക്കൻ നമ്മൾ ഏത്തക്കാപ്പോ ഒക്കെ ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ അത് പൊതിഞ്ഞിരിക്കണം. ഇതിനകത്തോട്ട് കുറച്ച് ചതച്ച മുളക്, എരിവ് കണക്കാക്കി ചേർത്തു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി, നുള്ളെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് നാരങ്ങാ നീര്, ഒരു പുളി, അത്രേ ഉള്ളേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഇതിനകത്ത് ജീരകവും ഇടാം, പെരിഞ്ജീരകവും ഇടാം. ജീരകം ഇടുവാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്. പെരിഞ്ജീരകം ഇട്ടാൽ നമ്മുടെ ഒരു കേരള ടച്ചുമായിട്ട് ഇച്ചിരി ഒരു ടേസ്റ്റ് വരും. ചിലർക്ക് ആ നോർത്ത് ഇന്ത്യൻ ജീരകത്തിൻ്റെ ഒരുപാട് ചുവ പിടിക്കുകയല്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തത്, ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ജീരകത്തിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ജീരകം ആ ജീരകത്തിന് പകരം ഇട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഇടാൻ പോകുന്നത് ഇച്ചിരി പെരിഞ്ജീരകമാണ്, പെരിഞ്ജീരകം പൊടിച്ചത്. കുറച്ച് പുതിന,
കുറച്ച് മല്ലിയില. ഇതിനെ അതായത് ചിക്കൻ ഒന്ന് പൊതിഞ്ഞിരിക്കണം, അതാന്നു അതിൻ്റെ ആ ഒരു കട്ടി, കലക്കുന്നതിൻ്റെ കട്ടിയെ. അപ്പോൾ എന്നാ ചെയ്യണം, ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കി വെച്ച് എണ്ണ കംപ്ലീറ്റ് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ കലക്കാവേ. ബാറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ആ ചിക്കൻ നല്ലോണം പൊതിഞ്ഞിരിക്കണം, അല്ലാതെ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്ന അയവ് വേണ്ട, ആ കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്യണം. ചിക്കനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതിനകത്തൂടെ മാവിനകത്തൂടെ ഇച്ചിരി ഉപ്പ് വേണം. എരിവ് പോരാ തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് വലിയ പണിയില്ല, കാര്യം നമ്മൾ ചിക്കൻ പക്കോട ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചിക്കൻ്റെ പീസസ് കുറച്ചുകൂടെ കുഞ്ഞാക്കുവാണെങ്കിൽ പെട്ടെന്ന് വേവാൻ എളുപ്പമുണ്ട്. അതല്ല ഈ പറഞ്ഞ പോലെ വലിയ പീസസ് ആയിട്ട് എടുത്താൽ അതിനെന്നാണെന്നറിയോ, സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇത് പക്കോട എന്ന് പറയുന്നത് സോർട്ട് ഓഫ് എ ബജി പോലെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം, പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ബേസിക്കലി ചിക്കൻ എന്ന് പറയുമ്പോൾ പിള്ളേരെ പിന്നെ പറയണ്ടല്ലോ, അവർക്കാണെങ്കിലും ഇത് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ വലിയവർക്ക് പിള്ളേരുടെ കെയർ ഓഫിൽ ഉണ്ടാക്കിയാൽ പോലും വലിയവരായാലും കഴിക്കും. ഇതൊരു 4 മണി പലഹാരമാണ്, അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കിയേ പറ്റും. നോർത്തിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ പക്കോട. വലിയ പീസസ് ആക്കാതിരുന്നാൽ മതി. ഇത് കുറച്ച് നേരം ഈ ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പെരണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് പിടിക്കുന്നത്. ഇതിനകത്ത് എരിവൊന്നും പിടിക്കുകയല്ല, നമ്മുടെ ബാറ്ററിനകത്ത് മാത്രമേ എരിവുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം കോട്ടായിട്ട് ചൂടെണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. കുഞ്ഞു പീസാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട്. ഇത് നമ്മൾ ചൂട് എണ്ണയിലിട്ട് കഴിഞ്ഞു. ചിക്കൻ, ഞാൻ അരിഞ്ഞ ചിക്കൻ ഒരു ഇച്ചിരി വലിപ്പം കൂടുതലാണ്, അന്നേരം അത്രയും വലിപ്പം വേണ്ട, ഇതിന് പകുതി മതി. വലിപ്പം കൂടുതലാന്നേൽ എന്നെ എടുക്കണമെന്ന് അറിയാമോ, ഇത് കുറച്ച് ഒരു പകുതി പീസാക്കി വെച്ച് ചെയ്താൽ മതി. അപ്പം നല്ല ചൂട് എണ്ണയിൽ നമ്മൾ വറുത്ത് കോരുമ്പോഴത്തേക്ക് നല്ലോണം അകം വേവും. മറ്റേതാണെന്നുണ്ടെങ്കിൽ സിമ്മാക്കി വെച്ചേച്ച് അത് നല്ലോണം മുരിഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിലുണ്ടല്ലോ അത് വേവുകയല്ലേ, അന്നേരം അത് നമ്മൾ കഴിക്കുമ്പോഴത്തേന് കൊള്ളുകയല്ല. കാര്യം നമ്മൾ പ്രത്യേകിച്ച് വേവിക്കുന്നില്ലല്ലോ. അതല്ല വേവിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളം ഒന്നെങ്കിൽ പറ്റിച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തേച്ച് ഈ നമ്മൾ ബാറ്റർ കലക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഏതാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ഒരു ഇച്ചിരി വേവുണ്ട്, അന്നേരം ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് മുരിഞ്ഞു വരത്തേ ഉള്ളൂ, ചിക്കൻ വേവത്തില്ല. അപ്പോൾ ചിക്കൻ വേവാനായിട്ട് നമ്മൾ ഒരു ഇച്ചിരി നേരം സമയം കൊടുക്കണം. കടലമാവിലിട്ട് നമ്മളിത് വറുത്തെടുക്കുമ്പോഴല്ലോ കുറച്ചൊരു ക്രിസ്പിനെസ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ എന്നാ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാന്നോ, കോൺഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അരിപ്പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ക്രിസ്പിനെസ് കിട്ടുവേ. ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ചൂട് ചായയുടെ നല്ല എരിവുള്ള ചിക്കൻ പക്കോടയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിനൂടെ ഒരു വട്ടത്തിൽ ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചാൽ TV കണ്ടോണ്ട് വേണം ഇത് കഴിക്കാൻ. ഞാൻ ഇടയിൽ ഈ പക്കോട ഒന്ന് അടച്ചിട്ട്, കാര്യം എന്താ ഞാൻ പറഞ്ഞില്ലേ പച്ച ചിക്കൻ ആയതുകൊണ്ട് ചിലപ്പോൾ എങ്ങാനും ഒന്ന് വേവാതെ പോയാലോ എന്നൊരു പേടി, വേവിക്കാത്തതായതുകൊണ്ട്.
അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടുമ്പോൾ നമുക്ക് മനസ്സമാധാനമല്ലേ അതൊന്ന് വെന്ത് കിട്ടുമെന്ന്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് സോസിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ഗാർലിക് സോസിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്വീറ്റ് ചില്ലി ഗാർലിക് സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒണിയൻ റിങ്സ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിന് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഓയിൽ മുഴുവൻ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഗസ്റ്റിന് കൊടുക്കാൻ. ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് റോസ്ലിൻ ജോളിയാണ്. നമുക്ക് പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ ആ പുള്ളിക്കാരത്തി ലൈഫിൽ ചെയ്യുന്നത്. അന്നേരം നമ്മൾ വീട്ടമ്മമാർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ ക്യാപ്ഷൻ അടുക്കളയിൽ നിന്ന് മരങ്ങത്തിലേക്കെന്ന് പറയുന്നത് പോലെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ചൂട് പക്കോടയും നല്ല ചൂട് ചായയും ഒക്കെ കൂട്ടിയിട്ട് TV കാണാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് റോസ്ലിനായിട്ടൊന്ന് സംസാരിക്കാം. എന്നാ ഉണ്ട് വിശേഷം? ಇರಿ ಅಕ್ಕ, ಹೇಗಿದ್ದೀರಾ? ಏನ್ ಸಮಾಚಾರ? വെയിറ്റ് ഇത് എനിക്കിട്ടെന്നോ പറഞ്ഞോണ്ട് വരുവാ. വെയിറ്റ്, അക്ക മീൻസ് ദാറ്റ് ഇസ് സിസ്റ്റർ എന്ന് എനിക്ക് മനസ്സിലായി. ആം ഐ റൈറ്റ്? അക്ക എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ചേച്ചി. ചേച്ചി, അതാ ഞാൻ സിസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ಹೇಗಿದ್ದೀರಾ? എന്നാണ്ട് വിശേഷം? കറക്റ്റ്. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായോ നോക്കട്ടെ. ഓക്കെ, ಹೇಗಿದ್ದೀರಾ? ദാറ്റ് ഇസ് എന്നാ ഉണ്ട് വിശേഷം. നെക്സ്റ്റ് വൺ, ಚೆನ್ನಾಗಿದ್ದೀರಾ? are you all right? are you fine? അതല്ലേ ചോദിച്ചേ. ಏನ್ ಸಮಾಚಾರ? ഇത് റോസ്ലിന്റെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷനിൽ തന്നെ അതിനകത്ത് ഫുൾ ഉത്തരവുണ്ട്. ഇതിനിപ്പോ കന്നഡ പഠിക്കണമെന്നൊന്നുമില്ല. ഒരു കറക്ഷൻ ഉണ്ട് ചേച്ചി, റോസ്ലിൻ ഇല്ല. എല്ലാരും ഉണ്ടാക്കുന്ന ഒരു എല്ല് കുറവുണ്ട്, റോസിൻ മാത്രമേ ഉള്ളൂ. റോസിന്റെ ഉള്ള ഒരു എല്ല് കുറവല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്റെ ഏട്ടന്റെ ഫിലിമിലൊക്കെ മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു എല്ല് കൂടുതലാന്നാ പറഞ്ഞിരിക്കുന്നത്, എക്സ്ട്രാ ബോൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നൊരു കൊച്ചു പറയും എനിക്കൊരു എല്ല് കുറവാന്ന്. റോസിൻ, ലൈക്ക് ദാറ്റ് അല്ലേ? ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആങ്കറാണ്, ഒരു ആക്ട്രസ് ആണ്, അതെല്ലാം കഴിഞ്ഞ ഒരു എന്റർപ്രണർ ആണ്. ഇതൊക്കെ എപ്പോൾ സാധിച്ചു? ഞാൻ ഓൺടർപ്രണർ ഒന്നും അല്ല, എൻ്റെ ഫാമിലി ഞങ്ങൾക്ക് ബിസിനസ്സാണ്. പക്ഷെ ഞാൻ ആക്ടിങ് ചെയ്യും, ഇപ്പം ആങ്കറിങ് ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നു ചേച്ചി, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ആങ്കറിങ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് ആങ്കറിങ് ആണോന്ന് പോലും എനിക്ക് അറിയാൻ മേല. എനിക്ക് ആങ്കർ ചെയ്യാൻ എന്നൊക്കെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒരു ചെറിയ സീക്രട്ട് എനിക്ക് ഇപ്പൊ പറയാനുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ആങ്കറിങ് ചെയ്യാൻ വരുന്നത് അമൃത ടിവിയിലായിരുന്നു. ഐ തിങ്ക് 10 years ബാക്ക്. അന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം പഴയ ഏതോ മലയാളം പാട്ടുകളുടെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇത്രയും മലയാളം അറിയത്തില്ല. ഇപ്പോഴാണെങ്കിലും ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ബാംഗ്ലൂർ, എഴുതാനും വായിക്കാനും ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നല്ലോണം സംസാരിക്കും. സോ അന്ന് എന്നോട് പഴയ മലയാളം പാട്ടുകളുടെ എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് തന്നപ്പോൾ ഞാനിത് വായിച്ചു, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചു ഈ പണി എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ട് പോയ ആളാ. പിന്നെ കുറെ മലയാളം ഇങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ട് കുറെ മലയാളം ചാനൽസ് ഒക്കെ കണ്ട് മലയാളം വീട്ടിൽ സംസാരിക്കും. പപ്പയുടെയും മമ്മിയുടെയും കൂടെ. എനിക്കൊരു അനിയനാണ് ഉള്ളത്. അപ്പം അവന്റെ അടുത്ത് കൂടുതലും നമ്മൾ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. പക്ഷെ പേരൻസ് നിർബന്ധമായിട്ട് മലയാളം പറയും. കാര്യം എന്നാന്നോ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ എവിടെ ഏത് രാജ്യത്തിൽ പോയാലും, വെളിനാട്ടിലായാലും എവിടെ ആയാലും, ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ അപ്പനും അമ്മ നിർബന്ധം വെക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മക്കള് മലയാളം പറയണം. കാര്യം എന്നാ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ അപ്പൻ്റെ അമ്മയടുത്ത് മക്കള് വർത്താനം പറയാതെ ഹായ് മാമ ഹായ് പാപ്പ വേണ്ട വിചാരിച്ചിട്ട് അമ്മൂമ്മയായിട്ടും അപ്പൂപ്പന്മാരുമായിട്ടും ഒക്കെ ഇങ്ങനെ ഒത്തിരി നമ്മൾ കുറച്ച് കൂടുതൽ അടുക്കണം എന്നുണ്ടെങ്കിൽ മലയാളം അറിയണം. അപ്പൊ അതുകൊണ്ട് ശരിക്കും മലയാളം ഒരിക്കലും ഒരു അച്ഛനും അമ്മയും മാറ്റി നിർത്തുകയല്ല. പിന്നെ കുറച്ചൊക്കെ എഴുതാനും പഠിപ്പിക്കാനൊക്കെ വിട്ടിരുന്നു. പക്ഷെ ഞാനൊരു 7th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാം പീക്കിരി പിള്ളേരായിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഭയങ്കര പക്ഷെങ്കിലും ഹോളിഡേസിന് വന്നപ്പോൾ കുറച്ചൊക്കെ പോയി. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ പ്രിന്റ് അക്ഷരമൊക്കെ ചെറുതായിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കന്നഡ എഴുതും വായിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണ്ട. കന്നഡയിലൊക്കെ അഭിനയിച്ചിട്ടില്ല, തമിഴ് അഭിനയിച്ചിട്ടുണ്ട്. കന്നഡ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഇപ്പൊ മരണത്തിന് മുമ്പ് ഒരു ഷൂട്ട് ചെയ്തിട്ട്, അതാണ് എന്റെ ആദ്യത്തെ കന്നഡ പ്രോജക്ട്. സിനിമയല്ല കേട്ടോ, ഒരു ആഡാണ്. മോഡലിംഗിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുഞ്ഞുനാൾ മുതൽ ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്? ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചേച്ചി. ക്ലാസിക്
ക്ലാസിക്കലായിട്ട് ഭരതനാട്യവും മോഹിനിയാട്ടവും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം വന്നു. പിന്നെ ആക്ച്വലി പപ്പയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പം അവരൊരു ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയിട്ട് ക്ലാസിക്കലൊക്കെ അറിയാവുന്ന ഒരു കുട്ടീനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രെയിമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. അങ്ങനെ കണ്ട് അവർ ചോദിച്ച് ഓക്കെ എന്ന് ട്രൈ ചെയ്ത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ടി വിയിലൊക്കെ 10th ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത്, പക്ഷെ ഒരു 10 years ആയി. അപ്പം അപ്പൊ ചോദിച്ചൂട് ഞാൻ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാര്യം ബിക്കോസ് ഉള്ളിൽ എത്രയായാലും ഒരു പാഷനാണ്, ഒരു മോഡലിംഗ് ചെയ്യണം, ഒരു ആക്ട്രസ് ആവണം. അപ്പൊ പിന്നെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്ത. പക്ഷെ നമുക്ക് പേടിയുണ്ടല്ലോ ചേച്ചി, കാരണം ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റേജ് പെർഫോമൻസസ് ചെയ്യുന്ന പോലെയല്ല. സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നവർക്ക് ബേസിക്കലി പേടിയില്ലെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ അത് ചെയ്ത് ഞാൻ ഐ തിങ്ക് ഒരു 5-6 വയസ്സ് തുടങ്ങി കളിക്കുന്ന. അപ്പൊ അതങ്ങ് ശീലമായി, അതിന് പേടിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആങ്കറിങ് ഞാൻ ഇട്ടിട്ട് പോയ ആളാ. അൾട്ടിമേറ്റ്ലി ഞാൻ ഇപ്പൊ ഒരു ആങ്കർ ആണ്. സോ ഹൗ ലൈഫ് ചേഞ്ചസ് അല്ലേ. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഏതാണോ അത് നമ്മളെ തേടി വരും. അത് എനിക്ക് തോന്നുന്നു ഈശ്വരൻ തരുന്ന ഒരു പരീക്ഷണമായിരിക്കും. നീ അങ്ങനെ പോണ്ട, എന്നാ പിന്നെ ഇത് തന്നെ ചെയ്തിച്ച് പോയാൽ മതി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചില വാക്കുകളൊക്കെ പറയുമ്പോ തെറ്റാന്ന് ഓഡിയൻസിന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഐ തിങ്ക് നമ്മളൊരു മനഃപൂർവ്വം അങ്ങനെ പറയുന്നല്ലാന്ന് അവർക്ക് അറിയാം. അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളങ്ങനെ മനഃപൂർവ്വം അതിന് വേണ്ടിയിട്ട് തെറ്റിക്കാൻ പറയും. സോ അതങ്ങ് ഇപ്പൊ എന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും പറയും അത് കട്ട് ചെയ്യുന്നു വേണ്ട, അതങ്ങ് പോയിക്കോട്ടെ. ചേച്ചിയുടെ പ്രസന്റേഷൻ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊക്കെ സംസാരിക്കാൻ നോക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു ഞാൻ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ എൻ്റെ പ്രേക്ഷകരെ എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ പറയുന്നോ അതുപോലെ വർത്താനം പറയാനാ മോളെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഒരു ആങ്കർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കുന്ന മഹാപൊട്ടത്തട്ടായിരിക്കും. എനിക്ക് അങ്ങനെ അറിയാൻ മേല, ബിക്കോസ് ഫോർമലായിട്ട് വർത്താനം പറയാൻ ഒട്ടും അറിയാൻ മേല. ചേച്ചിയുടെ കോട്ടയം സ്ലാങ് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ക്യൂട്ടാട്ടോ. കോട്ടയംകാരല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടാ. അതറിയത്തില്ലേ, ഞാൻ എൻ്റെ നാട് വാഴക്കുളാണ്, എൻ്റെ പപ്പയുടെ മമ്മിയുടെ. അപ്പൊ ഞങ്ങള് കോട്ടയം അടുത്താ. അപ്പൊ മമ്മി ചില സമയത്ത് ഈ ഫ പ്രയോഗം ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങളൊക്കെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ് പ്രയോഗമോ. അതെന്നാ ഈ ഭാര്യ ഭൂമി ഇതൊക്കെ പറയുമ്പോ ഞങ്ങള് വീട്ടിലിരുന്ന് ഭയങ്കര ചിരിയായിരിക്കും. മമ്മിയെ പറയും അതൊക്കെ ചുമ്മാ പറയുന്നത്, ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നല്ല, നല്ല അക്ഷരസ്ഫുടതയുള്ളതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചുമ്മാ അതിന്റെ ഇടയിൽ കൂടെ വന്നേച്ചി വേണ്ടാത്ത പറയുക. ഓക്കെ, മോൻ അനിയൻ എന്നാ ചെയ്യുന്നു? അനിയൻ ഇപ്പൊ ഫാമിലി ബിസിനസ് തന്നെയാണ്. രണ്ടുപേരും ഇപ്പൊ ബിസിനസ്സിലേക്ക് കയറി. എന്റെ ഹസ്ബൻഡിനും, ഞാൻ മാരീഡ് ആണ്, കല്യാണം കഴിഞ്ഞു. ഒത്തിരി ആൾക്കാർക്ക് അത് അറിയത്തില്ല കേട്ടോ എന്റെ കല്യാണം കഴിഞ്ഞു. പറയുന്നില്ല. എനിക്ക് നല്ല പ്രായമുണ്ട് ചേച്ചി. അപ്പം ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ ബാംഗ്ലൂർ തന്നെയാണ് താമസിക്കുന്നത്. പേരൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ താമസിക്കുന്നു. അപ്പൊ അവർക്കും ബിസിനസ്സാ. ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ഓഫ് പ്ലാസ്റ്റിക്, പാക്കേജിംഗ് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. ഹസ്ബൻഡ് ഹി റൺസ് എ സോഫ്റ്റ്വെയർ കമ്പനി ബാംഗ്ലൂരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ. മോള് ആക്ട്രസ് ആവുന്നതിലും അങ്ങനെ വർക്ക് ചെയ്യുന്നതിലും ഒക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. ഇഷ്ടം. പക്ഷെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴുണ്ടല്ലോ എന്നെ കുറിച്ച് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. സുനിൽ എന്നാ പേര്. മലയാളിയാ, കണ്ണൂരാണ് അവരുടെ സ്ഥലം. പക്ഷെ സുനിലിന്റെ പേരൻസിന് ടി വിയിൽ എന്നെ കണ്ടിട്ടുണ്ട്, എന്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടൊക്കെ അറിയായിരുന്നു. പക്ഷെ എന്നെ കാണാൻ വന്നപ്പം സുനിലിന് ഒരു ഐഡിയ ഇല്ല, ചുമ്മാ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒന്ന് പുറത്ത് പോയി സംസാരിക്കാം, കാരണം ഒന്ന് പരിചയപ്പെടണമല്ലോ. അങ്ങനെ ഇൻഫോർമലായിട്ട് പിറ്റേ ദിവസം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയപ്പം ഒരുപാട് ആൾക്കാർ വന്ന് ജോളിയല്ലേ ഇവർ സെൽഫിയൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായിട്ട് സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എന്നാലും ഇങ്ങനെ അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എന്നോട് തിരിച്ച് വിളിച്ച് പറഞ്ഞു, അപ്പം ഈ ഏഷ്യൻ പെയിൻസിൻ്റെ ആഡ് ഭയങ്കര പോപ്പുലറായിട്ട് ടി വിയിൽ ഓടുന്ന ഒരു, ഞാൻ ഫുട്ബോളൊക്കെ കിക്ക് ചെയ്യുന്ന ഒരു ഫേമസ് ആഡ് ഉണ്ട്. സോ അത് കണ്ടപ്പോൾ പിന്നെ എന്നെ വിളിച്ചു. അത് ശരി, ഈ ആഡ് ഞാൻ എപ്പോഴും കാണുന്ന ഇത്, ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പൊന്നി എന്നാ വീട്ടിൽ വിളിക്കുന്നത്. സോ അങ്ങനെ പൊന്നിങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ബിസിനസ് ഇപ്പൊ മോള് കംപ്ലീറ്റ് നോക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം നോക്കുന്നില്ല. ബിഫോർ മാരേജ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ബിസിനസ് ആയിട്ട്. ഇപ്പം ഞാൻ കുറച്ചും ഇങ്ങനെ ഷൂട്ടും താല്പര്യമാണ്, ടി വി കാണാനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, എപ്പോഴും ഷൂട്ട് എന്ന് പറഞ്ഞ് പോരുത്, വേണ്ടി സമയം കണ്ടെത്തണം. അതുകൊണ്ട് കഴിയുന്നതും വീക്കെൻഡ് ടൈമിൽ ഞാൻ വീട്ടിലുണ്ടാവാൻ ശ്രമിക്കും. ബാക്കിയുള്ള പുള്ളിയുള്ള സമയത്തെല്ലാം പുള്ളിയുടെ കൂടെ തന്നെ. ഈ കർണാടകയിൽ ചെന്ന് നമ്മുടെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എനിക്ക് കേരള ഭക്ഷണം
ഞാൻ കല്യാണത്തിന് മുമ്പ് അങ്ങനെ കുക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇത് പറയുന്ന പോലെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണുന്നത് ട്രൈ ചെയ്യാനുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ ഇപ്പോൾ ഫുൾ കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. യൂട്യൂബ് ഉള്ളത് വലിയ ഒരു ഉപകാരമാണ്. എല്ലാം ഉണ്ടാക്കും. ബീഫ് കറി ഉണ്ടാക്കും, മീൻ കറി ഉണ്ടാക്കും, പുളിശ്ശേരി. അയ്യോ, അത് മാത്രം മതി. അതേ ഒരു പ്രശ്നമുള്ളൂ. ഞങ്ങൾ നമ്മൾ എപ്പോഴും ഫൈറ്റ് വെജ് അല്ല, പക്ഷെ ഞാൻ അങ്ങനെ നോൺ വെജ് വേണമെന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. എന്ത് ടേസ്റ്റി ഫുഡ് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ആളാണ്. പക്ഷെ സുനിലിന് നോൺ വെജ് ഇല്ലാണ്ട് ഒരു നേരം ഒന്ന് ഭക്ഷണം വെച്ചാൽ മുഖം ഒന്ന് മാറും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ സ്ഥിരം തല്ലുണ്ടാക്കാറുണ്ടെന്ന് ചുരുക്കം. ഉണ്ട്, അതുകൊണ്ട് അതിനെ മാറ്റി പറയാനും മേല. അല്ല, ഇപ്പൊ ഞാൻ യൂസ്ഡ് ആയി. എന്നാത്തിനാ വെറുതെ വഴക്കല്ലേ? പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക, അതല്ലേ ഒരു വൈഫ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യുന്നേ. ഓക്കെ, പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമുള്ളത് നമ്മുടെ നാടൻ ഭക്ഷണം. എല്ലാം കഴിക്കും. നാടൻ ഉണ്ടാക്കി. ബീഫ് ഭയങ്കര, ബീഫ് പൊറോട്ടയാണ് ഏറ്റവും മെയിൻ ഭക്ഷണം. പൊറോട്ട ഒന്നും ഉണ്ടാക്കില്ല, പക്ഷെ ബീഫ് ഉണ്ടാക്കും. ഒരുവിധം പറ്റുന്നതല്ലാണ്ട് എനിക്ക് ഈ എന്താ പറയാ, തോരൻ ടൈപ്പ് സംഭവങ്ങൾ, നമ്മുടെ ഈ വറുത്തരച്ച സംഭവങ്ങളൊക്കെ അതൊന്നും ഐഡിയ ഇല്ല എനിക്ക്. കഴിഞ്ഞ ദിവസം ഓണത്തിന് എരിശ്ശേരി ഉണ്ടാക്കി ഇച്ചിരി ഒരു ഫ്ലോപ്പ് ആയതായിരുന്നു. അങ്ങനത്തെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഷസ് വേണ്ട. നമുക്ക് പട്ടിണി കിടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്വാദായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ മുഴുവനും റോസിന് അറിയാം. പിന്നെ ഇനി എന്നാ ട്രൈ ചെയ്യും ചേച്ചി. ദാറ്റ്സ് ഗുഡ്. നമ്മൾ ട്രൈ ചെയ്തിട്ടാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ അത് കിട്ടുന്നത്. പിന്നെ റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞില്ല, ആങ്കറാണ്, ആക്ട്രസ് ആണ്, എല്ലാം. പക്ഷെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ, റിസ്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ റോസും ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു ചാനലിൽ കണ്ടതാണ് റോസിന് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. പാമ്പിന്റെ ഇടയിലൊക്കെ കിടക്കുന്ന സംഭവം ലൈക്ക് ഫിയർ ഫാക്ടർ. എങ്ങനെ കിടന്നിടോ അത്? പുഴുവിനെ പോലെ തിന്നു കോച്ച്. അതെ, തിന്നു. എങ്ങനെ എങ്ങനെന്ന് വെച്ചാൽ അതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ അങ്ങനെ ചെയ്തതാണ് ചേച്ചി. ഹ്യൂമൻസ് I wanted to win the competition. ആ ഒരു സ്പിരിറ്റില് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് എന്താണെന്നറിയോ, ഒരുപാട് നമ്മൾ തായ്ലൻഡ്, മലേഷ്യ ആ പ്രദേശത്താണ്. പക്ഷെ അവിടെ ഇതൊക്കെ ഡെലിക്കസിയാ. ഈ പാറ്റ ഫ്രൈ, ചേള്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഏറ്റവും ചെറുത് നോക്കി എടുത്തത്. അതൊരു സിൽക്ക് വാമിന്റെ ഒരു പുഴുവായിരുന്നു. അപ്പൊ ചെറുതായിരുന്നു, പക്ഷെ കടിച്ചപ്പോഴുണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു അപ്പൊ എനിക്ക് തോന്നി അബദ്ധം പറ്റി. വല്ല ഫ്രൈഡ് സംഭവം ആണെങ്കിൽ പോയെന്നെ. അതൊരു ചെറിയൊരു എനിക്കൊരു പഴയ ഈ കുർക്കുറയില്ലേ നമ്മൾ, അതൊക്കെ ഒരു പഴഞ്ചനായ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുഴുവായിരുന്നു. ചേച്ചിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം തരാം. ചേച്ചി ഞങ്ങളെ കൊണ്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു നാവ് തന്നിട്ടുണ്ട്, ഞാൻ രുചിയായിട്ട് കഴിച്ചോളാം. വേണ്ട, വേറെ താൻ എന്നാ ചെയ്തോ, ഒരു വലിയ ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നോ? താഴോട്ട് നോക്കിയോ? ഇല്ല ചേച്ചി, ആക്ച്വലി ഒരു 36 ഫ്ലോർസ് ഹൈ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. ചെറിയൊരു റൂപ്പ്. താഴത്തേക്ക് നോക്കിയാൽ നമ്മള് അപ്പൊ തന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തുണ്ടല്ലോ എവിടെന്നോ കിട്ടാത്ത ഒരു എനർജി, ഒരു ആ കോമ്പറ്റീഷന്റെ ഒരു സ്പിരിറ്റില്. കാരണം നമ്മൾക്ക് മോശമായി പോകരുതല്ലോ, നേടിയേച്ച് വരണോന്നുള്ള. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവര് ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇനി താഴേക്ക് വേണമെങ്കിൽ ചാടിക്കോളാൻ പറഞ്ഞു. കാരണം ഒരു ഹാർനസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ താഴത്തേക്ക് ചാടത്തില്ല, വേണമെങ്കിൽ ബാക്കി അത്രയും ദൂരം ഇങ്ങനെ ഞാൻ നടന്നു തീർത്തോളാം എങ്ങനെയെങ്കിലും. പക്ഷെ ആ ചാടലായിരുന്നു എനിക്ക് ഭയങ്കര പേടി. കാരണം എന്റെ പേടി ഇതെങ്ങാനും പൊട്ടിപ്പോയാ പിന്നെ തീർത്തു. പക്ഷെ എങ്ങനെയോ ചെയ്ത് തീർത്തു. ഇപ്പൊ ആലോചിക്കുമ്പം ഐ ഡോണ്ട് നോ ഹൗ ഐ ഡിഡ് ഇറ്റ്. പക്ഷെ അന്ന് ചെയ്തു ചേച്ചി. ഒരു ധൈര്യം അല്ലേ? ഓ ശരിക്കും ഞാനാന്നാലും എനിക്ക് എന്താ പറയാ, ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വിൻ ചെയ്യണ്ട, ഞാൻ വീട്ടിൽ ഇരുന്നോളാന്ന് പറയും. എന്നോട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒറ്റ കാര്യം ആദ്യം തന്നെ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഐ വോണ്ട് ടു ഡു. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ, ഐ വോണ്ട് ടു ട്രൈ. അപ്പോൾ അവർ പറഞ്ഞു എന്ത് ചെയ്താലും ട്രൈ ചെയ്യണം, അല്ലാണ്ട് ചെയ്യില്ലാന്ന് ചെയ്തിട്ട് തോറ്റുപോയാൽ കുഴപ്പമില്ല, ബട്ട് ട്രൈ ചെയ്യാണ്ട് പോയരുത് എന്നുള്ള ഒരേ ഒരു അഡ്വൈസ് മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് തന്നു വിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഐ ട്രൈഡ് എല്ലാം. അതുകൊണ്ട് ട്രൈ ചെയ്തു. പാമ്പായിക്കോട്ടെ. പാമ്പൊക്കെ എങ്ങനെ? അതിങ്ങനെ നമ്മുടെ ദേഹത്തൂടെ ക്രോൾ ചെയ്യുമ്പോ വല്ലാണ്ടൊരു ഫീലാണ്. പക്ഷെ കടിച്ചില്ല കേട്ടോ.
ഐ ഡോണ്ട് നോ പോയിസൺ. ഞങ്ങൾക്ക് ആന്റി വെനം ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തരും ആദ്യത്തെ ദിവസം തന്നെ. അപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കിയപ്പം ആന്റി വെനം ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം മെഡിക്കൽ ഒരു അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അപ്പൊ തന്നെ ഒരു ഇഞ്ചക്ഷൻ. ഒരു പാമ്പൊന്നും അല്ലല്ലോ അതിനകത്ത് ഇരിക്കുന്നേ. അതല്ല, നമ്മൾ ദൂരെ നിന്ന് ഒരു പാമ്പിനെ കാണുമ്പോഴേ നമ്മൾ പേടിക്കും. പക്ഷെ ഇത് അടുത്ത് ഇത്രയും പാമ്പിന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറഞ്ഞാ ഇറ്റ് വാസ് ആ സമയത്ത് ഇതൊന്നും അത്ര തോന്നിയില്ല. ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഓരോരുത്തരും കഴിഞ്ഞ് ഒയ്യോ ഇത് ചെയ്തല്ലോ എന്ന് തോന്നുള്ളൂ. ആ സമയത്ത് അങ്ങ് ചെയ്തു. ശരിക്കും ഈ ബാലൻസ് ഒക്കെ എങ്ങനെ വരുന്നത്? അത്ര പ്രാക്ടീസ്ഡ് ഉണ്ടോ? ഇല്ല, ഒരു പ്രാക്ടീസ് അത് ഓൺ ദ സ്പോട്ട് പറയുന്ന കാര്യങ്ങൾ. നമ്മൾ അവിടെ നിൽക്കുമ്പം നമുക്ക് നേരത്തെ ഒരു പ്രീ ബ്രീഫിംഗ് പോലും തരുന്നില്ല. ചില സമയത്ത് അവർ പറയും അധികം ഭക്ഷണം കഴിക്കരുത് കേട്ടോ, കാരണം അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും തലയും കുത്തി ഇടാൻ പോകുന്ന ടാസ്ക് അങ്ങനത്തെ വല്ലതായിരിക്കും. അതല്ലാണ്ട് ഒന്നുമില്ല ആ സമയത്ത് അവർ പറയുന്ന സംഭവങ്ങളാണ്. ബട്ട് ഐ തിങ്ക് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി ചെയ്യണമെന്ന് വെച്ചാലും ഒരിടത്തും ചെയ്യാൻ പറ്റില്ല. ഇതൊരു കൺട്രോൾഡ് എൻവയറമെന്റിൽ അത്രയും ആൾക്കാരുടെ സൂപ്പർവിഷനിൽ ചെയ്യാൻ കിട്ടി. കൂടുതൽ ആരും വന്നു? ഒരു മമ്മിയുണ്ട്, പക്ഷെ അവര് മമ്മീനെ സെറ്റിലേക്ക് കൊണ്ടുവരില്ല. കാരണം അവർക്കറിയാം ചിലപ്പോ നമ്മളോട് പറയും വേണ്ട വേണ്ട ചെയ്യേണ്ട, നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട്. അതെ, എല്ലാ അമ്മമാരും റൂമിലായിരുന്നു. അപ്പൊ ഇവര് നമ്മള് രാത്രി ഇപ്പൊ ചിലപ്പോ 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോ ഇവര് ഫസ്റ്റ് ഡോറ് തുറക്കുമ്പോഴേ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യും എന്തെങ്കിലും പറ്റിയോ ഇന്ന്. കാരണം അത്രയും റിസ്കി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ബട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്റെ തീർന്ന് ഔട്ടായപ്പം മമ്മി പറഞ്ഞു എല്ലാവർക്കും ഇതെല്ലാം കാണുമ്പോ അമ്മമാര് വിചാരിക്കുമ്പോ ഇനി പ്രൈസ് ഒന്നും കിട്ടിയില്ലേലും വേണ്ട, അവളെ കൊണ്ട് വീട്ടിൽ പോയാൽ മതി അല്ലേ. ശരിക്കും അത് ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം ദോസ് പീപ്പിൾ ആ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാന്നേല് ദേ ക്യാൻ ഡു ഇറ്റ്. അല്ലാതെ ഇനി ഞാൻ പോവില്ല, പക്ഷെ ഞാൻ വിളിച്ചാലും പോവല്ല, ഇനി വിളിച്ചാലും പോവില്ല. ബിക്കോസ് ഇപ്പൊ ആൾക്കാർ ചോദിച്ചാ എനിക്ക് പേടി കയറിയത്. അന്ന് ആരും നമ്മളെ എല്ലാരും കോമ്പറ്റീറ്റേഴ്സ് അല്ലേ, അപ്പൊ ആരും നമ്മളോട് നമ്മള് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആരും ചോദിക്കില്ല. കാരണം അവർക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടതാണല്ലോ. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നപ്പോഴെല്ലാരും ചോദിക്കുന്നത് എങ്ങനെ ചെയ്തെന്ന്. അപ്പൊ ആ പേടി കയറി. ഓ ശരിയാ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലേ അല്ലേ. അങ്ങനെ ഒരു സംഭവം ഐ റിയലൈസ് നമ്മളോട് ആൾക്കാർ അങ്ങനെ ചോദിക്കാണ്ടിരുന്ന ഒരു പക്ഷെ നമ്മൾ പലതും ചെയ്ത് പോയിക്കും. പല ആൾക്കാരും when they raise a doubt you become doubtful. നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ റോസിന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് ചോദിക്കാണ്, പുള്ളിക്കാരുടെ ഒരു ഫിയർ ഫാക്ടറിന് പോവാന്ന് വിചാരിച്ചോ, അത് ചോദിക്കാൻ what will be the good advice you can give her? I'll tell her go enjoy yourself and come back. നമുക്ക് ചെയ്യാൻ പറ്റാതെ you find inner strength somewhere. അതാണ് ഇപ്പൊ ഞാനൊക്കെ ഓരോ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോയതല്ലേ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും ചേച്ചി. ഞാൻ ഭയങ്കര പേടി തോണ്ടി എനിക്ക് വേണ്ടേ, എനിക്ക് എന്റെ അടുക്കളയും പാചകവും മതി, അല്ലാതെ ഇങ്ങനത്തെ. ആക്ച്വലി ചേച്ചി ചെയ്യുന്നത് ഒരു വലിയ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഫുഡ് ആങ്കറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്നറിയോ, ഫൈനലി നമ്മൾ ഡിഷ് പ്രസന്റ് ചെയ്യുമ്പോഴോ ടേസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻ കേസ് കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്യും. പക്ഷെ ചേച്ചി ഇപ്പൊ ലൈവായിട്ട് കുക്ക് ചെയ്ത് എനിക്ക് തരുന്നുണ്ടല്ലോ, അത് വലിയൊരു റിസ്ക് അല്ലേ. കാരണം ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ എന്ത് ഷൂട്ട് വല്ലാണ്ട് പുറത്ത് പോയി ചെയ്യുമ്പോഴും എനിക്ക് വല്ലാത്ത എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു ഓണം പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോൾ പായസം ഉണ്ടാക്കാനുള്ള ഒരു 10 ഡിഷസ് ഒരു ദിവസം ഷൂട്ട് ചെയ്യാണ്. പായസം രാത്രി ഒരു 12 മണിക്കാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കുട്ടി കുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏത്തപ്പഴം പായസം പുഴുങ്ങി ഒരു ഡബ്ബയിലാക്കി, ഏത്തപ്പഴം എല്ലാം പ്രീ കുക്ക്ഡ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. പായസം ഉണ്ടാക്കാനായിട്ട് ഈ സാധനം തുറന്നപ്പോഴത്തേക്കും വളിച്ച മണമായിരുന്നു ഈ പഴവും തേങ്ങാപ്പാലും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് വാവ് എന്ന് പറയുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോ ദിസ് ഈസ് എന്താ പറയാ ചേച്ചി ചെയ്യുന്ന ഒരു വലിയ റിസ്ക്. പക്ഷേ ഈ പറഞ്ഞൊന്നും എന്റെ പ്രേക്ഷകർ വിശ്വസിക്കരുത്. ഈ പരിപാടി ഒന്നും ഞാൻ ഇവിടെ ചെയ്യാറില്ല. ഇവർ എന്നാ കഴിക്കുന്നോ, ഇവർക്ക് എന്നാ രുചിയാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. ഞാൻ ഇവർ പറയുന്ന പോലെ ആങ്കേഴ്സ് ചെയ്യുന്ന വാവ് ആകുന്നില്ല കേട്ടോ, ഉള്ള കാര്യം ഇവിടെ പറഞ്ഞോളാം. അപ്പൊ പിന്നെ എന്റെ പ്രേക്ഷകർക്ക് അത് ആങ്കർ ചെയ്യുന്ന പോലെ വാവ് ഇറ്റ്സ് ഗുഡ് എന്നൊന്നും പറയല്ലേ. നല്ലതാ, ഉള്ളത് പോലെ പറയണം, തന്നില്ലല്ലോ ഇത്രയും നേരം എന്റെ മണം അടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നു. ഇത് തരാൻ വേണ്ടി പറഞ്ഞാണോ ഇനിയിപ്പോ ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ്? എന്താ സംഭവം ചേച്ചി? ഇത് ചിക്കൻ പക്കോട. മേ ബി യു വിൽ ബി യൂസ്ഡ് ടു ഇറ്റ്. കാരണം അവിടെയൊക്കെ ഇല്ലേ ഇത് പക്കോടാസ് ഇഷ്ടം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഐ തോട്ട് ഐ മേക്ക് ഫോർ യു ദിസ്. പക്ഷെ അവിടെ ജീരകമായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലേവർ മുന്നേ വരുന്നത്. നമ്മുടെ കേരളക്കാരൊക്കെ പെരുംജീരകത്തോട് ഒരു ഇഷ്ടം കൂടും. പെരുംജീരകം, കടുക് ഇതൊക്കെയാ ഇഷ്ടം. ജീരകം നമ്മൾ മാക്സിമം പോയാൽ തോരൻ അങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ.
അതുകൊണ്ട് അതിട്ടില്ല. ഞാൻ പെരുംജീരകമായി. ആങ്കറിങ് പോലെ വേണ്ടല്ലോ സാധാരണ. ആങ്കറിങ് പോലെ ഇതിനകത്ത് വേണ്ട. ഇതിനകത്ത് എൻ്റെ ഒരു സിസ്റ്ററായിട്ട് വന്നിരുന്ന് ഓപ്പൺ ആയിട്ട് പറയാം, നോ പ്രോബ്ലം. കന്നഡ പറയണേ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ചേച്ചി. റിയലി ഇറ്റ്സ് വെരി ടേസ്റ്റി. ചിക്കൻ എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ ബീഫ് കഴിക്കും, ചിക്കൻ കഴിക്കും, പോർക്ക് മട്ടനൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ഒരൊറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചി വല്ല മട്ടൻ ഡിഷോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എങ്ങനെ കഴിക്കും എന്നുള്ളത്. എന്താ പറയാ, ട്രൂ നോട്ട് ಇಟ್ಸ್ ವೆರಿ ಟೇಸ್ಟಿ. ಕನ್ನಡದಲ್ಲಿ ಏನ പറഞ്ഞ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಚೆನ್ನಾಗಿದೆ. ഇത് പഠിച്ചിട്ട് വന്നാ ഞാൻ ഇതേ പറഞ്ഞ പോലെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ആ ലാംഗ്വേജും നമ്മൾ പഠിക്കണം അല്ലേ. ഈ പറഞ്ഞ പോലെ ആരെയും പുച്ഛിക്കാനോ പരിഹസിക്കാനോ പാടില്ല. വൈ കാൻഡ് ഐ ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി അല്ലേ. ചുമ്മാ എൻ്റെ കഴിവുകൾ ബാക്കിയുള്ളവരെ പുച്ഛിക്കുന്ന തെറ്റല്ലേ. അതാ ഞാനും പഠിക്കും. എന്താ റോസിനെ കുറച്ച് ദിവസം എൻ്റെ കൈ കിട്ടിയാൽ ഒരു ആ എന്നൊരു അക്ഷരമെങ്കിലും കുറച്ച് കോട്ടയം സ്ലാങ് പഠിപ്പിക്കും. കാരണം ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടില് ഞാൻ കുക്ക് ചെയ്യുമ്പം ചില സമയത്ത് ഒരു നല്ല മൂഡൊക്കെ ആണെങ്കിൽ ചേച്ചിനെ പോലെയൊക്കെ സംസാരിക്കും, ഒരു ഇച്ചിരീശ ഉപ്പൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാ ഇത് പഠിപ്പിക്കാനൊന്നും നോക്കിയല്ല എൻ്റെ പൊന്നു മോളെ. ഇത് ചോര കിടക്കുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ വരുവേല. അതിങ്ങനെ നമ്മുടെ ആ ഒരു ഇതുപോലെ എന്നെ ഒരു സെന്റൻസ് പഠിപ്പിച്ച് പറയാമോ? ഞാൻ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കോട്ടെ. അതെങ്ങനെ പറയാനാന്നേ, അതിങ്ങനെ വരുന്നതാ. അത് ഇന്ന പോലെ ചെയ്യാന്നൊന്നും പറയാൻ നോക്കിയല്ല. നമ്മുടെ ബ്ലഡിലുള്ള സാധനമാണ്. പിന്നെ അങ്ങ് ഇരുന്നോട്ടെ. പിന്നെ ചിലര് പറയുമ്പോ എന്നാ പഠിച്ചു വളർന്നു ഒക്കെ തിരുവനന്തപുരത്താ, പിന്നെ ആ ഇവക്ക് ഭയങ്കര കോട്ടയം ഭാഷ. പക്ഷെ അത് ഐ ആം ഹെൽപ്ലെസ്. എൻ്റെ വീട്ടിലെല്ലാവരും കോട്ടയംകാര, അമ്മ അപ്പായുടെ വീടെല്ലാം കോട്ടയത്താ. അപ്പൊ പിന്നെ എത്രയായാലും നമുക്ക് ത്രൂ ഔട്ട് ഇല്ലേലും വൺസ് ഇൻ എ വയലോ അല്ലെങ്കിൽ 100% ഒരു 75% എൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് ഒരു കാര്യം ഞാൻ ചേച്ചിക്ക് ഒരു ടാസ്ക് തരട്ടെ. ട്രിവാൻഡ്രത്തല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറേ വർഷം. ഈ ഭാഷ പഠിച്ചോ, ട്രിവാൻഡ്രം സ്ലാങ്? ഞാൻ ഒരിക്കലും ട്രിവാൻഡ്രം ഭാഷേനെ എല്ലാവരും ഒരു ഇച്ചിരി പുച്ഛിക്കുന്നുണ്ട്. മാത്രമല്ല ഒത്തിരി കളിയാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ട്രോൾസ് വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എന്നാന്നോ അവരെ കളിയാക്കുമല്ലോ. വൈ? ബിക്കോസ് നാഗർകോവിൽ ഇസ് ബേസിക്കലി എ തമിഴ് അല്ലേ. അപ്പൊ മലയാളമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാ ഈ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക ഭാഷ. അങ്ങനെ ഒരു സെന്റൻസ് സംസാരിക്കണം കേൾക്കാൻ വരികയല്ല കുഞ്ഞെ. എന്നതേലും നോക്കട്ടെ, എന്നതേലും വരുവാന്നേ ഞാൻ പറയും. എന്നും പറഞ്ഞ് ഇപ്പൊ ഈ ഭാഷ വർത്താനം പറയുന്നവരോട് ഒരിക്കലും ഞാൻ കളിയാക്കുകയോ അവരെ ഇങ്ങനെ ആക്കുകയോ ചെയ്യത്തില്ല. ബിക്കോസ് അവർ ബേസിക്കലി ആ ഒരു എന്താ പറയാ, രണ്ടുപേരും കൂടെ സിങ്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാംഗ്വേജ്. നമ്മുടെ കേരളത്തിലെ ലാംഗ്വേജസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഡിഫറൻസ് ഓരോ സ്റ്റേറ്റിലും കാണാൻ സാധിക്കുന്നില്ലേ. ട്രിവാൻഡ്രം വേറെയാണ്, കോട്ടയം വേറെയാന്നു, തൃശ്ശൂരൊക്കെ ഈ പടക്കം പൊട്ടുന്ന പോലെ എല്ലാത്തിനും ഇപ്പോട്ടോ പറഞ്ഞിട്ടാ പോകുന്നത്. കണ്ണൂർ ഒരു പ്രത്യേക സ്ലാങ് അല്ലേ, നല്ല ഭാഷയാ അവരുടെ കേൾക്കാൻ. ഒത്തിരി പേര് ഞാൻ മലയാളം സംസാരിക്കുമ്പം ഞാൻ കണ്ണൂരിൽ നിന്നാണെന്ന് പണ്ടേ ചോദിക്കാറുണ്ട്. അതെന്താണെന്നറിയോ, ഞാൻ പറയുമ്പം എനക്കെന്ന് പറയും. ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കിയെല്ലാം ഒരുവിധം നോർമൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ന്യൂട്രൽ ഇതാണെങ്കിലും എനക്ക് എപ്പോഴും വരും, അതില്ല. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർ ചോദിച്ചു ഇങ്ങനെ. പക്ഷെ നല്ല ഭാഷയാണ് അവരുടെ കേൾക്കാനായിട്ട്. ഒരു നീട്ടം ഉണ്ട്, അല്ല നീട്ടം ഇല്ല എന്ന ഒരു പ്രത്യേക സ്ലാങ്ങിലാണ് അവർ പറയുന്നത്. ഇനിയിപ്പോ എന്തായാലും റോസിൻ ഒരു നല്ലതായിട്ട് ഒരു ലാംഗ്വേജ് കറക്റ്റായിട്ട് പഠിക്കണം. എന്നാന്നോ, ഒന്നെങ്കിൽ മലയാളം കറക്റ്റായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ തമിഴ് കറക്റ്റായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കന്നഡ പഠിക്കുക. ഇല്ലെങ്കിൽ തനിക്ക് ഇഷ്ടം മാതിരി ട്രോൾ വരുള്ളൂ തന്റെ ഭാഷ പറഞ്ഞിട്ട്. ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് ട്രോളർമാരുടെ ഒരു ഫേവറേറ്റ് ആണ്. ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. അതാ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. നമ്മള് ഹ്യൂമൻസ് അല്ലേ ചേച്ചി, ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാട്ടോ എൻ്റെ ആറ്റിറ്റ്യൂഡിന് ശരിക്കും ഒരു മാറ്റം വന്നത്. കാരണം സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കംപ്ലീറ്റ് ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുന്ന കണ്ടാൽ നമ്മളും അതിൻ്റെ കൂടെ അങ്ങ് ചിരിച്ചു പോവും. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഞാൻ ട്രോളും കാര്യങ്ങളും ഒക്കെ സ്പോർട്ടീവായിട്ട് എടുക്കും. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആ മോളെ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളും അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇരുന്നിട്ട് നമ്മളും കൂടെ ഡെസ്പായി പോകും. മറ്റേ അയ്യോ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളോ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. മറ്റൊരു ഹെവി ആയിട്ട് എടുത്തു, എന്നാലും എന്നെ പറ്റി ഇങ്ങനെ വന്നില്ലേ, ഇനി അത് ഞാൻ എങ്ങനെ മാറ്റും മറ്റേ ചിന്ത, വേറെ പണിയില്ല. എനിക്ക് ഏറ്റവും രസകരമായിട്ടൊരു ട്രോൾ, എൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടൊരു ഡയലോഗ് ഉണ്ട്, സൗന്ദര്യം എനിക്കൊരു ശാപമാണ്. ഇത് തന്നെ എന്നെ പിടിച്ച് എപ്പോഴും ട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു ട്രോള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രോള്, അതായത് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. അയാൾ ഒരു ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞിട്ട് അവരോട് യു ലുക്ക് ബ്യൂട്ടിഫുൾ വെൻ യു സ്മൈൽ എന്ന് പറയുമ്പോൾ ഉടനെ അവരുടെ ഒരു നാച്ചുറൽ ചിരി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി പുള്ളി എടുത്തു.
അപ്പം ആക്ച്വൽ ഫോട്ടോയും ഈ സ്മൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ലൈവ്നെസ് കൂടും. ഒരു അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ചിരി വരും. അപ്പൊ ഇതെല്ലാവരുടെയും ഇങ്ങനെ പല പല ആൾക്കാരും അവസാനത്തെയാണ് എൻ്റെ ഇത് കാണാൻ സുന്ദരിയാന്ന്. അപ്പൊ എൻ്റെ ഒരു ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ സുന്ദരിയാന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ നേരെ തിരിച്ചിട്ട ഒരു ഫോട്ടോ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. അത് ചെയ്ത ആളെ പിന്നെ ഞാൻ കോണ്ടാക്ട് ഒക്കെ ചെയ്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി, അപ്രീഷിയേറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആറ്റിറ്റ്യൂഡൊക്കെ കുറച്ച് മാറി. ഇപ്പൊ എനിക്കറിയാം ട്രോളിൽ വരുന്നതും ഒരു പക്ഷെ ചില സംഭവങ്ങൾ മാത്രം ഐ ഫീൽ അവരൊരു കുറച്ചുകൂടി ഒരു സെൻസിറ്റിവിറ്റി അല്ലെ, ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ ചിലതിൽ ഉണ്ടാവാറുണ്ട്. അല്ല, ഒരു വിമൻ ആണ്, അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ട്രോൾ വരുവാണെങ്കിൽ എന്തൊക്കെ നമ്മൾ കുറച്ചുകൂടെ സെലിബ്രിറ്റീസ് ആണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ ആ ഒരു ചില ആൾക്കാർ അത് മാത്രം ഒന്ന് എന്നെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പൊതുവെ അതിനും ആൾക്കാരെ അഫക്ട് ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ പറയാം ട്രോള് വരുന്നോണ്ടൊന്നും അല്ല വിഷമം, പക്ഷെ അതും നമ്മുടെ ഒരു സഹോദരിയാണ്. ചിലപ്പോൾ നമ്മൾ എത്ര നമ്മുടെ പെങ്ങന്മാരെയൊക്കെ നമ്മൾ കളിയാക്കുന്നത് അല്ലേ. ഇപ്പൊ എന്റെ ആങ്ങളമാർ തന്നെ എന്തോരം കളിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അതായത് ആങ്ങളയ്ക്ക് കൊടുക്കുന്ന ഒരു തല്ലായിട്ടോ അല്ലെങ്കിൽ തിരിച്ച് രണ്ട് വഴക്ക് കൊടുക്കുന്ന അതുപോലെയൊക്കെ വന്നാൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും വരാൻ പാടില്ല. ഈശ്വര ദൈവം അനുഗ്രഹിച്ച് വരാതിരിക്കട്ടെ. അവർക്ക് നല്ല രീതിയിലൊക്കെ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. അത് രസമല്ലേ കേൾക്കാൻ അല്ലേ. ഇനി മോള് ചെയ്യാൻ പോകുന്ന പ്രോജക്ട്സോ? ഇപ്പൊ ഞാൻ കൂടുതലും TV ആങ്കറിങ്ങിലാണ് ശ്രദ്ധിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരാണ്, വന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കരുത്. അപ്പൊ ആഡ്സ്, ഒരു പ്രോഗ്രാം, ഒരു ചാനൽ ഇപ്പൊ ആങ്കർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്ത പടങ്ങൾ കാമുകി, വികടകുമാരൻ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. ഹി ഈസ് ഓൾസോ ഹാപ്പി, ഐ എം ഓൾസോ ഹാപ്പി. കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണ്ടാന്നെങ്ങാനും പറയുമോ എന്നുള്ളത്. ഹി സപ്പോർട്ടിങ് മീ. സോ അതിൻ്റെതായ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മളുണ്ട്. സോ അങ്ങനെ നല്ല കാര്യം. ഓക്കെ, മോള് പാട്ട് പാടുമോ? പാട്ട് പാടില്ല, പക്ഷെ ഇങ്ങനെ ബാത്റൂം സിംഗിങ് അല്ല. നമ്മള് ഭയങ്കര ശ്രുതിയും താളമൊന്നും ചോദിക്കുന്നില്ല, സംഗതി ഉണ്ടോ എന്നൊന്നും ചോദിക്കില്ല. ഈ പറഞ്ഞ പോലെ നല്ലോണം ഒരു പാട്ട് പാടാൻ വലിയ വലിയ സിംഗേഴ്സ് വരുമ്പോ അവരെ കൊണ്ട് പഠിപ്പിച്ച നല്ലതല്ലേടോ. കന്നഡ പാടും. കന്നഡ പാട്ട് ഇല്ല അറിയത്തില്ല സത്യം. മലയാളം പാട്ട് എന്തെങ്കിലും പാടാം. 4 വരിയെ പാടും. 2 വരി പാടാൻ സമ്മതിക്കില്ല. 4 മതി. പഞ്ചവർണ്ണ പൈങ്കിളിത്തത്തെ ഇന്നെനിക്കൊരു ദൂത് പോകാമോ, ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ, കുറിമാനം നൽകി പോരാമോ. ഇനി പാടണ്ട. പക്ഷെ ഐ അപ്രീഷിയേറ്റ് യു ബിക്കോസ് ഇത്രയും പോലും എനിക്ക് പാടാൻ പറ്റത്തില്ല. പക്ഷെ പാടുന്നവരെ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദം ബിക്കോസ് ഒരു ഫസ് ഇല്ലാതെയും പാടുമോ ചോദിക്കുമ്പോൾ ദേ ആർ റെഡി ടു ഡു ഇറ്റ്. എനിക്കിപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഐ അപ്രീഷിയേറ്റ് യു ആൻഡ് താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്ന് ഇത്രയും നേരം വർത്താനം പറഞ്ഞു. ഇനി വലിയ കാര്യങ്ങളല്ല, ബട്ട് സ്റ്റിൽ ചേച്ചിയുടെ ഒരു അടുക്കളയിൽ വന്ന് നമ്മൾ കുറച്ച് വർത്താനങ്ങൾ പറയുവല്ലേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയം കണ്ടെത്തിയാൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ചേച്ചി. ഞാൻ എപ്പോഴും കാണാറുണ്ട്. സോ ഇവിടെ വന്ന് ഇരുന്ന് ഈ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.